എല്ലാ കൂട്ടുകാർക്കും ദാസേട്ടൻ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ലെമൺ പിക്കിളാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ അമർത്തി ഓളെന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു 1/2 കിലോ ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്, നല്ലപോലെ കഴുകിയിട്ട്. ഇനി നമ്മൾക്ക് അതൊന്ന് കട്ട് ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ കട്ട് ചെയ്ത് നാരങ്ങയിൽ ഞാനിവിടെ ഒരു അച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ പൊടിയായിട്ട് ആക്കിയിട്ട് അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് ആവശ്യമായ ഒരു 1/4 സ്പൂണ് പൊടിയുപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മളത് 1 മണിക്കൂർ അധികം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ നമ്മളത് പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. നമ്മൾക്ക് തിരക്കില്ലെങ്കിൽ ഒരു ദിവസം മുഴുവൻ വെച്ചാലും മതി. അപ്പോൾ ഞാനിത് 1 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അപ്പോഴേക്കും നമുക്ക് അതിനേക്കുള്ളൊരു മസാലപ്പൊടി ഞാൻ ഉണ്ടാക്കുന്നുണ്ട്, അച്ചാർ പൊടിയും. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു 10-15 ചുവന്ന മുളക് എടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറിയ ചൂടിൽ നിന്ന് ചൂടാക്കി ബ്രൗൺ നിറമാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൽ മുളക് പൊടി അധികം ചേർക്കുന്നില്ല, ഇതുപോലെ ബ്രൗൺ നിറമാക്കിയ മുളകാണ് പൊടിച്ച് ചേർക്കുന്നത്. അപ്പോൾ മുളകൊക്കെ നല്ലൊരു ബ്രൗൺ നിറമാകുന്നത് വരെ നമ്മളൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി അതേ തവയിൽ ഞാൻ ഒരു 1/2 സ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ ചൂടിൽ വയ്ക്കുക. 1 സ്പൂണ് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതായത് 1 സ്പൂൺ എന്ന് പറയുമ്പോൾ വലിയ സ്പൂണല്ല, ഒരു മീഡിയം സൈസ്. ഇതൊന്ന് ചെറിയ ചൂടിൽ വെച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി ഇതും എടുക്കണം നമ്മൾ അച്ചാർ പൊടിക്ക്. അപ്പോൾ ഇത് രണ്ടും ഞാൻ ഇവിടെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും നമുക്ക് പൊടിച്ച് വരാം. അപ്പോൾ കടുകും ഉലുവയും തരിതരിപ്പായിട്ട് തന്നെ പൊടിക്കുക. അച്ചാറിനാണ്, എല്ലാവർക്കും അറിയാം. അതേപോലെ തന്നെ നമ്മൾ മുളകും ഇതുപോലെ നല്ല ബ്രൗൺ നിറത്തിൽ അല്പം തരിയായിട്ട് പൊടിച്ചിട്ടുണ്ട്. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഒരു 3 സ്പൂണ് നല്ലെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് ഒരു 5-6 വെള്ളുള്ളി പൊടിയായി അരിഞ്ഞതും അതേപോലെ തന്നെ കുറച്ച് ഇഞ്ചി പൊടിയായി അരിഞ്ഞതും ചേർത്ത് നമ്മൾ ഒരു തവിയിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ഈ തവിയിലൊന്ന് വെള്ളമില്ലാതെ തന്നെ നമ്മൾ നോക്കണം. ഇപ്പോൾ നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ നമുക്ക് അതിലേക്ക് ഒരു കളറിന് വേണ്ടി ഒരു 1/2 സ്പൂൺ സാധാ മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നേരത്തെ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്ത് വെച്ച നാരങ്ങ മുറിച്ചതും ശർക്കരയും ഉപ്പും മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ അച്ചാർ ഉണ്ടാക്കാത്തതുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കണം. ഇത് ഉണ്ടാക്കിയതിൻ്റെ പിറ്റേന്ന് മുതൽ തന്നെ നമുക്ക് കഴിച്ചു തുടങ്ങാൻ പറ്റും. നമ്മളൊക്കെ അത് ഹോട്ടലിൽ ചെയ്ത് വിജയിച്ച ഒരു റെസിപ്പിയാണ്. ഇപ്പം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ച ഉലുവ കടുക് മിശ്രിതവും ഇട്ട് കൊടുക്കുക. പിന്നെ നേരത്തെ പൊടിച്ച മുളക്, ചൂടാക്കി പൊടിച്ച മുളകും കൂടി ചേർത്ത് അല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ആ എണ്ണയിൽ മിക്സ് ചെയ്യണം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം അത് ചെയ്യാനായിട്ട്. ഇനി അതിലേക്ക് കുറച്ച് കരിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് നല്ലതുപോലെ ഒന്നുകൂടി മിക്സ് ചെയ്യുക. ഇനി അതിലേക്ക് ആവശ്യത്തിന് കുറച്ചുകൂടി ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ചെറുനാരങ്ങ അച്ചാറിൽ എത്രത്തോളം ഉപ്പുണ്ടോ അത്രയും നന്നാവും. അതായത് അത്യാവശ്യം നല്ലതുപോലെ ഉപ്പ് ചേർക്കണം. ഇനി അതൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അധികമൊന്നും വേണ്ട, ഒരു 1/2 ഗ്ലാസ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി നമ്മളൊന്ന് ചേർത്ത് കൊടുക്കുക. ചൂടുവെള്ളം തന്നെ ചേർക്കണം. ആ വെള്ളം വെന്ത് വറ്റി വരട്ടെ. അതിലേക്ക് നമ്മൾ അച്ചാറൊന്ന് നല്ലതുപോലെ വേവാനായിട്ട് ഒരു 5 മിനിറ്റ് ഞാൻ മൂടി വയ്ക്കുന്നുണ്ട്. 5 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ നമ്മളത് അച്ചാറൊക്കെ ഒരുവിധമൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ശർക്കര ചേർത്ത കൊണ്ട് തന്നെ നമുക്കിതിൻ്റെ കയ്പ്പൊന്നും ഇല്ലാണ്ട് കിട്ടും. ഇനി ഒരു 2 മിനിറ്റും കൂടെ ഒന്ന് മൂടി വയ്ക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ഈന്തപ്പഴമൊക്കെ ചേർത്ത് കയ്പ്പ് കുറയ്ക്കാനായിട്ട്. പക്ഷേ അതൊന്നും അത്ര അധികം ദിവസം നിൽക്കില്ല. ശർക്കരയാവുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, അരിഷ്ടം ലേഹ്യത്തിനൊക്കെ നമ്മൾ ശർക്കരയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് എത്ര കാലം വേണമെങ്കിലും ഒരുപാട് കാലം അത് സ്റ്റോർ ചെയ്യാനും പറ്റും. അപ്പോൾ പോരാത്ത ഉപ്പ് കുറച്ചുകൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ നല്ലതുപോലെ അത് വെന്ത് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടാക്കി നോക്കുക. ഇനി ഞാൻ അതിലേക്ക് ഒരു 1/2 സ്പൂണ് കായത്തിൻ്റെ പൊടി കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളതൊന്ന് സെറ്റായിട്ട് ഫ്ലെയിം ഓഫാക്കി വയ്ക്കാം.
അപ്പോൾ നമ്മളെ അടിപൊളി അച്ചാർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഉണ്ടാക്കിയതിൻ്റെ പിറ്റേന്ന് മുതൽ തന്നെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. ഇനി ചൂടാറിയതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് വിനീഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. വിനീഗർ എന്ന് പറയുമ്പോൾ ഒരു 20 മില്ലിയോളം വിനീഗർ ഉണ്ടാവും, എന്നാലാണ് അത് കറക്റ്റായി വരുള്ളൂ. 20-25 മില്ലി വിനീഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾക്കത് വേറെ ചില്ല് ഭരണിയിലോ ഒക്കെ ആക്കി വയ്ക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നല്ല സൂപ്പർ അച്ചാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് 2 സ്പൂൺ നല്ലെണ്ണ കൂടി ചൂടാക്കിയിട്ട് അതിൻ്റെ മേലെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടിപൊളി അച്ചാർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഞാനത് വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് പകർത്തുന്നുണ്ട്, ചെറിയൊരു ബൗളിലേക്ക്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നുകൂടി പറഞ്ഞ് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.